ദൈവത്തിന് മഹത്വം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 18. യാരദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിക്കുന്നു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതൂശലഹിനെ ജനിപ്പിച്ചു. മെതൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നാം പലപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി പ്രഭാവത്തെക്കുറിച്ചാണ് ഇന്നും അല്പസമയമായിട്ട് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദ പ്രോഫറ്റ് ഡെഡിക്കേറ്റഡ് ടു ദ ലോർഡ്. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു പ്രവാചകൻ ഹാനോക്ക്. ദൈവത്തിനായി തന്നെ സമർപ്പിച്ച പ്രവാചകനായ ഹാനോക്ക്. ഈ ഹാനോക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സമർപ്പിതൻ എന്നാണ്. സമർപ്പിതൻ, പ്രതിഷ്ഠിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ സമർപ്പിതൻ. ഈ ഹാനോക്കിനെ കുറിച്ച് വളരെ ഭാഗങ്ങളിലൊന്നും നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയില്ല. ചുരുക്കം ചില ഭാഗങ്ങളിലാണ്. ഞാൻ ഈ വായിച്ച വേദഭാഗം കൂടാതെ ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വംശാവലി പറയുമ്പോൾ അവിടെ ഈ ഹാനോക്കിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലും ഈ ഹാനോക്കിനെ കുറിച്ചുള്ള പരാമർശം വംശാവലി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. കൂടാതെ വിശ്വാസവീരന്മാരുടെ പട്ടികയും അവരുടെ വിശ്വാസത്തിന്റെ അതിതീവ്രതയും കുറിച്ച് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 11-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഈ ഹാനോക്കിനെ കുറിച്ചുള്ള പരാമർശം വളരെ വ്യക്തമായിട്ടുണ്ട്. കൂടാതെ യൂദ തന്റെ ലേഖനം എഴുതുമ്പോൾ ഹാനോക്കിനെ ഒരു പ്രവാചകനായി കണ്ടുകൊണ്ട് താൻ പ്രവചിച്ച കാര്യത്തെ അവിടെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നു. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങളിൽ. ഇത്രത്തോളം ചുരുക്കമാണെങ്കിലും ഈ വ്യക്തിപ്രഭാവം വളരെ നാം മനസ്സിലാക്കേണ്ട, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ അനുകരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട പ്രവാചകൻ ഹാനോക്കും അതുപോലെ തന്നെ എലിയാവും 2 പേരാണ് മരണം കാണാതെ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടത്. അവർ 2 പേരും ജനിച്ചു എങ്കിലും മാനുഷികമായ നിലയിൽ അവർ ഈ ഭൂമിയിൽ മരിച്ചില്ല. അവർ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ ഹാനോക്കിനെ കുറിച്ച് യൂദ പ്രവാചകനായി അവതരിപ്പിക്കുമ്പോൾ അവിടെ ഹാനോക്കിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ യൂദയുടെ ലേഖനം ഇവിടെ പഠന പരമ്പരയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അവിടെ ഈ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ 7-ാം ആദാമിൽ 7-ാം തലമുറക്കാരനായ ഹാനോക്ക് എന്ന് എടുത്തു പറയുന്നുണ്ട്, അല്ലെ? ആദാമിൽ 7-ാം തലമുറക്കാരനായ ഹാനോക്ക്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തിനാ അങ്ങനെ പ്രത്യേകമായി ഹാനോക്കിനെ പരാമർശിച്ചത്? ആദാമിൽ 7-ാം തലമുറക്കാരനായ ഹാനോക്ക്. അപ്പോൾ വേറെയും ഹാനോക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹാനോക്ക് ഉണ്ട്. എന്നാൽ ആ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ദൈവത്തിൽ, കർത്താവിൽ പ്രസിദ്ധനായ ഹാനോക്കല്ല. 2 ഹാനോക്കുകളെ കുറിച്ചാണ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ആദാം മുതൽ 7-ാം തലമുറക്കാരനായ ഈ പ്രവാചകനായ ഹാനോക്ക്. മറ്റൊന്ന്, അത് നമുക്കറിയാം, ആദാമിൽ തുടങ്ങുമ്പോൾ ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്. ഇതാണ് 7 പേര്. ആദാമിൽ തുടങ്ങി
7 പേര് എന്ന് പറയുന്ന ഹാനോക്ക്. എന്നാൽ മറ്റൊരു ഹാനോക്കുണ്ട്, ആദാമിൽ മൂന്നാമനായ ഒരു ഹാനോക്ക്. അത് കർത്താവിൻ്റെ പട്ടികയിൽ, വംശാവലി പട്ടികയിൽ ഇല്ലാത്ത ഒരു ഹാനോക്കാണ്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു ഹാനോക്കുണ്ട്. ആദാമിൽ 3-ാം തലമുറക്കാരനായ ഹാനോക്ക്. ആദാം, കയ്യിന്റെ മകനായ ഹാനോക്ക്. അപ്പോൾ ഇങ്ങനെ 2 ഹാനോക്കുകളെ കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ 3-ാം തലമുറക്കാരനായ, ആദാമിൽ 3-ാമനായ ഹാനോക്ക് ഒരിക്കലും കർത്താവിൽ എന്നല്ല, ഒരിക്കലും പ്രസിദ്ധനല്ല. അവിടം കൊണ്ട് മാത്രം, ആ പരാമർശത്തിൽ മാത്രം അവസാനിപ്പിക്കുന്ന ഹാനോക്കാണ്. കയ്യീൻ തന്റെ മകനായ ഹാനോക്കിനെ വളരെ പ്രസിദ്ധനാക്കാനായിട്ട് ആഗ്രഹിച്ചു. കയ്യീൻ ദേശം വിട്ട് പോയി എങ്കിലും അവൻ അവിടെ, ഈ ഹാനോക്ക് തന്റെ മകനായിട്ട് ജനിക്കുമ്പോൾ അവൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഹാനോക്കിനെ വളരെ പ്രസിദ്ധനാക്കണം, അവൻ പ്രസിദ്ധനാകണം. അതിനുവേണ്ടി താൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവൻ ഒരു വലിയ പട്ടണം പണിതിട്ട് എന്താ ചെയ്തത്? തൻ്റെ മകന്റെ പേര്, ആ മകന്റെ പേരായ ഹാനോക്ക് എന്ന പേര് ആ പട്ടണത്തിന് നൽകി. എന്തിനാണത് നൽകിയതിന്റെ ഉദ്ദേശം? തൻ്റെ മകനെ പ്രസിദ്ധനാക്കണം, അവൻ എല്ലാവരിലും വലിയവനായിട്ട് ലോകം അറിയപ്പെടണം എന്നുള്ളതായിരുന്നു ആ പ്രവർത്തനത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പ്രിയമുള്ളവരെ, എന്തായി ഈ കയ്യിന്റെ വംശാവലി? കയ്യിന്റെയും ഈ ഹാനോക്ക് ഉൾപ്പെടെയുള്ള, അവിടെ പറയുമ്പോൾ 7 തലമുറക്കാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവസാനമായിട്ട് അവിടെ ലാമേക്ക് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാണ് ആ തലമുറയെ, കയ്യിന്റെ തലമുറയെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇന്ന് ആ തലമുറ ലോകത്തിലില്ല. പൂർണ്ണമായിട്ടും കയ്യിന്റെ ആ തലമുറ ഈ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. ഒരു തരി പോലും ഇല്ലാതായി മാറി. എപ്പോഴാ? ജലപ്രളയത്തിൽ കയ്യിന്റെ വംശപാരമ്പര്യം, കയ്യിന്റെ തലമുറ മുഴുവനും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. പിന്നെ ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന 70-ലധികം ജാതികൾ എന്ന് പറയുന്നത് നോഹയുടെ, ശേത്തിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട നോഹയുടെ വംശപാരമ്പര്യത്തിലുള്ള ഷാം, ഹേം, യാഫത്ത് എന്ന 3 മക്കളിലൂടെ ഉണ്ടായ തലമുറകളാണ്. ഇന്ന് 70-ൽ പരം ജാതികൾ ലോകത്തിലുണ്ട്. ആ ജാതികളെല്ലാം തന്നെ ഈ കയ്യിനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഹാബേലിന് പകരം ദൈവം നൽകിയ ശേത്ത്, ആ ശേത്തിന്റെ വംശപാരമ്പര്യമായിട്ടാണ് ഇന്ന് ലോകത്തിലുള്ള ജനതയെ കാണപ്പെടുന്നത്. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ലോകത്തിൽ പ്രസിദ്ധനാക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് വളരെ 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 ത്യാഗപൂർണമായ കാര്യങ്ങൾ ചെയ്ത് തൻ്റെ വലിയൊരു പട്ടണം പണിത് അതിന് തൻ്റെ മകന്റെ പേരിട്ടു എങ്കിലും അതൊരിക്കലും നിലനിൽക്കുന്ന ഒന്നായിട്ട് മാറിയില്ല. ആ തലമുറ ഹാനോക്കിന്റെ എന്നല്ല, കയ്യിന്റെ ആ തലമുറ മുഴുവനും നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒരു തരമാണ് നമുക്കിവിടെ കാണുന്നത്. ലാമേക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലാമേക്കിന്റെ മക്കളെയും ഇങ്ങനെയൊക്കെയാണ്. ലാമേക്ക് എന്ന് പറഞ്ഞാൽ 2 ലാമേക്കുകളുണ്ട്. ഈ ശേത്തിന്റെ വംശപാരമ്പര്യത്തിൽ ലാമേക്കുണ്ട്, അതേപോലെ തന്നെ കയ്യിന്റെ പാരമ്പര്യത്തിലും ഒരു ലാമേക്കുണ്ട്. ആ ലാമേക്കിനെ കുറിച്ച് പറയുമ്പോൾ ആ ലാമേക്കും തന്റെ മക്കളെ വളരെയധികം പ്രസിദ്ധരാക്കുവാനായിട്ട് ശ്രമിച്ചവരാണ്. ആദ്യത്തെ തന്റെ മകനായ യാബേലിനെ കുറിച്ച് അറിയപ്പെടുന്നത് എന്താണ്? കാർഷിക പിതാവ് ആയിട്ടാണ്, കർഷകരുടെ പിതാവായിട്ടാണ്, പശുപാലകൻ എന്നാണ് ആ യാബേലിനെ കുറിച്ച് ആ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും ഏറ്റവും ഉന്നതമായ നിലയിൽ, കാർഷിക വൃത്തിയിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ തന്റെ യാബേൽ എന്ന മകനെ വളർത്തിക്കൊണ്ടുവന്നു. മറ്റൊരു മകനാണ് യൂബാൽ എന്ന് പറയുന്ന മകൻ. ആ യൂബാലിന് സാംസ്കാരിക പിതാവ് എന്നുള്ള തരത്തിലാണ് അറിയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. വേണുവും കിന്നരവും പ്രയോഗിക്കുന്നവർക്ക് പിതാവ് എന്നാണ് ആ മകനെ കുറിച്ച് അവിടെ പറയപ്പെടുന്നത്. സാംസ്കാരിക ലോകത്തിന്റെ പിതാവായി അറിയപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ മകനെ ആ തരത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ലാമേക്ക് അത്യധ്വാനം ചെയ്തു. മറ്റൊരു ഭാര്യയിലുണ്ടായ മകനാണ് തൂബൽ ഖയീൻ. ഈ തൂബൽ ഖയീനെ കുറിച്ച് പറയുന്നത് അവൻ ആയുധങ്ങൾ തീർക്കുന്നവനാണ്. അവനെ ഒരു യോദ്ധാവായി, ഒരു പടയാളിയായി വളർത്തിക്കൊണ്ടുവരുവാനാണ് ആ ലാമേക്ക് എന്ന പിതാവ് ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ വളരെ വളരെ അധ്വാനങ്ങൾ ചെയ്തു, വളരെ ട്രെയിൻ ചെയ്തു. ലാമേക്ക് തന്റെ മക്കളെയൊക്കെ വളരെ ഈ ലോകപരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് എത്ര കഠിന അധ്വാനമാണ് ലാമേക്ക് ചെയ്തത്, അതുപോലെ തന്നെ കയ്യീൻ ചെയ്തത്.
ഈ ലാമേക്കിന്റെ സ്വഭാവം പറഞ്ഞാൽ വളരെ വളരെ രസകരമാണ്. ലാമേക്ക് ഒരു പ്രതികാരദാഹിയാണ്. ഏത് ലാമേക്ക്? 2 ലാമേക്കുണ്ട്. ശേത്തിന്റെ വംശപാരമ്പര്യത്തിലുള്ള ലാമേക്കല്ല, ഈ കയ്യിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ലാമേക്ക്, 7ാമനായ ലാമേക്ക്. ആ ലാമേക്ക് ഒരു പ്രതികാരദാഹിയാണ്. കയ്യിന് 7 ഇരട്ടി പകരം കൊടുക്കുമെങ്കിൽ ഞാൻ എൻ്റെ പ്രതികാരകന് ഞാൻ 70 ഇരട്ടി പകരം ചെയ്യും, 70 ഇരട്ടി പകരം ചെയ്യും. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ പ്രതികാരദാഹിയും തൻ്റെ മക്കളെ വളരെ ഉന്നതമായ നിലയിൽ വളർത്തുവാനും വളർത്തിക്കൊണ്ടുവരുവാനും ശ്രമിച്ച ഈ ലാമേക്ക് അല്ലെങ്കിൽ കയ്യിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവർ ഇന്ന് ലോകത്തിലില്ല. അവരെല്ലാം വളരെ നശിച്ചുപോയി. നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും. ഈ ലോകപരമായി നേടുന്ന പ്രസിദ്ധി അത് ചില തലമുറകൾ കഴിയുമ്പോൾ ഇല്ലാതായി പോകുന്നതാണ്. അത് പിന്നെ ആരും ഓർക്കുവാൻ സാധ്യതയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൽ നാം പ്രസിദ്ധരായാൽ അത് ഈ ലോകം നമ്മെ ഓർമ്മിക്കും എന്ന് മാത്രമല്ല, ആ ലോകം വിട്ടാലും നമ്മെ ഓർമ്മിക്കുകയും ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളതായി ഏറ്റവും പ്രസിദ്ധരായി നാം തീരുകയും ചെയ്യും എന്നുള്ളത് നാം മനസ്സിലാക്കണം. സങ്കീർത്തനക്കാരൻ 49ാം സങ്കീർത്തനത്തിൽ ഈ ലോകത്തിൽ പ്രസിദ്ധർ ആകുന്നതിനെ കുറിച്ച് ചില തലമുറകൾ പ്രസിദ്ധരാകുന്നതിനെ കുറിച്ച് ചെയ്യുന്ന കാര്യങ്ങളോടെ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ പ്രസിദ്ധരാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്ഥിതി, ഈ ലോകത്തിൽ പ്രസിദ്ധരാകുവാൻ ആഗ്രഹിക്കുന്നവരുടെ സ്ഥിതി 49ാം സങ്കീർത്തനം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗ്രതം. അതായത് തങ്ങളെ തന്നെ ഉയർത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ, തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താ? തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. ഇതാണ് കയ്യിൻ ചെയ്തത്. അവർ ഒരു പട്ടണം പണിതിട്ട് തൻ്റെ മകന്റെ പേരിടുകയാണ്. അതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അവർ മക്കളുടെ പ്രസിദ്ധിക്കായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അടുത്ത് പറയുന്നത് അവൻ നശിച്ചു പോകുന്ന, അറിയാവോ, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അങ്ങനെയൊക്കെ ചെയ്യുന്ന നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. വെറും നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യർ അത്രേ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇത് സ്വയാശ്രയം, തന്നിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തിൽ യാതൊരു ആശ്രയവുമില്ലാതെ മുന്നോട്ട് പോകുന്നവരുടെ ഗതിയാണ്. സ്വയാശ്രയക്കാരുടെ ഗതിയാണിത്. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഈ ലോകത്തിലെ പ്രതാപങ്ങൾ, ഈ ലോകത്തിലെ വളർച്ച, ഒരു പരിധിവരെ നമുക്ക് ഈ ലോകത്തിൽ അതൊക്കെ ആവശ്യമാണെങ്കിലും അതിനു വേണ്ടി മാത്രം ജീവിക്കുക, അതിനുവേണ്ടി മാത്രം ദൈവത്തെ മറന്നു കളഞ്ഞുകൊണ്ട് ദൈവത്തിന് ദൈവികമായ കാര്യങ്ങൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരുടെ ഗതി, സ്വയാശ്രയക്കാരുടെ ഗതി, അത് വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കർത്താവിൽ പ്രസിദ്ധരാകുവാനായിട്ട് ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മുടെ കാര്യങ്ങൾ ചെലവിടുവാനും അധ്വാനം നടത്തുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രസിദ്ധൻ ആയിത്തീർന്ന ഒരു വ്യക്തിയാണല്ലോ മിഷണറിയായ, ഞാനിവിടെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഡേവിഡ് ലിങ്സ്റ്റൺ. നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു മിഷണറി വര്യനാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഈ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഒരു ബ്രദറുണ്ട്, സഹോദരൻ, ചേട്ടൻ, തോമസ് ലിവിങ്സ്റ്റൺ. ഇദ്ദേഹത്തിന്റെ ആഗ്രഹവും ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ആഗ്രഹവും ഇതോടുള്ള ബന്ധത്തിലൊന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ തോമസ് ലിവിങ്സ്റ്റന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പ്രസിദ്ധനാകണം, ഈ ലോകത്തിൽ പ്രസിദ്ധനായി തീരണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ USA പോകും, സ്റ്റേറ്റ്സിൽ പോകും പ്രസിദ്ധനാകുവാൻ വേണ്ടി. പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം അല്ല, എനിക്ക് പ്രസിദ്ധനാകണം, ലോകം എന്നെ അറിയപ്പെടണം. അതിനുവേണ്ടി ഞാൻ USA പോയി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച് ഉന്നതനാകും എന്ന് താൻ തൻ്റെ സഹോദരനോട് പറഞ്ഞു. അപ്പോൾ ഈ ബ്രദർ ഡേവിഡ് ലിങ്സ്റ്റൺ പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം
ജീവിതത്തിലെ ആഗ്രഹം. ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ ഇടങ്കൈ വലങ്കൈ അറിയാത്ത നരഭോജികളായി ജീവിക്കുന്ന അവരുടെ മധ്യേ എനിക്കൊരു മിഷണറി ആയിട്ട് കടന്നു പോകണം. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പ്രകീർത്തിക്കണം. ദൈവത്തിൻ്റെ നാമം അവിടെ ഉയർത്തണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഈ തോമസ് ലിവിങ്സ്റ്റൺ ഈ ഡേവിഡ് ലിവിങ്സ്റ്റനെ കളിയാക്കി എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. മടയാ, നീ ഈ ആഫ്രിക്കയിലേക്ക് കടന്നുപോയാൽ നീ അവിടെ ചെന്ന് എത്ര കാലം ജീവിക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്? അവിടെ വല്ല വന്യമൃഗങ്ങൾക്ക് ഇരയായിത്തീരും, അല്ലെങ്കിൽ മലേറിയ പോലെയുള്ള ഗുരുതരമായ രോഗം പിടിപെട്ട് നീ നശിച്ചു പോകും, അല്ലെങ്കിൽ എന്തു ചെയ്യും? ഏതെങ്കിലും നരഭോജികൾ നിന്നെ പിടിച്ച് തിന്നുകളയും. അതുകൊണ്ട് നീ എന്തിനാ ഈ ആഫ്രിക്കയിലേക്ക് പോകുന്നത്? മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു നിന്നെ ആരും അറിയപ്പെടാതെ പോകും. പ്രിയമുള്ളവരെ, അവർ രണ്ടുപേരും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു. തോമസ് ലിവിങ്സ്റ്റൺ അധികം താമസിക്കാതെ USA കടന്നുപോയി. അവിടെ ചെന്ന് കുടിയേറി പാർത്തു. USA പൊളിറ്റിക്സിൽ ഇടപെട്ട് പ്രവർത്തിച്ച് നല്ല നിലയിലായി. അവിടുത്തെ ഏറ്റവും ഉന്നത കാര്യ വിചാരകത്വമായ സെനറ്റ്, ആ സെനറ്റിലെ ഒരു മെമ്പറായി തീർന്നു. ആര്? ഈ തോമസ് ലിവിങ്സ്റ്റൺ. എന്നാൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ ചെയ്തത്, അവൻ ഒരു ഡോക്ടർ, വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. അതിനുശേഷം മിഷണറി ട്രെയിനിങ്ങിന് വേണ്ടി പോയി. മിഷണറി ട്രെയിനിങ് ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലൊക്കെ അങ്ങനെ മിഷണറി ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ മിഷണറി ട്രെയിനിങ് കഴിഞ്ഞ് മിഷണറി ആയിട്ട് ഗോത്രവർഗക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് പോയി. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന ഉത്തമ സന്ദേശവുമായി അവിടെ പോയി. താൻ അവിടെ ചെന്ന് സുവിശേഷ പ്രവർത്തനം മാത്രമല്ല നടത്തിയത്, അതിനോടൊപ്പം പല ചാരിറ്റി പ്രവർത്തനങ്ങളും പര്യവേക്ഷണങ്ങളും നടത്തി. കണ്ടുപിടുത്തങ്ങൾ. ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ്, വാട്ടർ ഫാളിംഗ് ആണ് അത് വിക്ടോറിയ വെള്ളച്ചാട്ടം. ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടെത്തിയത് ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വലിയ പര്യവേക്ഷണങ്ങൾ നടത്തി, വളരെ കഷ്ടപ്പെട്ടു, വളരെ സുവിശേഷത്തിന് വേണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ത്യാഗം ചെയ്തു. തന്നെ പലപ്പോഴും വന്യമൃഗങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. തൻ്റെ ഈ ഭാഗത്തൊരു വലിയ മുറിപ്പാടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു വലിയ മുറിപ്പാട്. തന്നെ ഒരിക്കൽ സിംഹം ആക്രമിച്ച ആക്രമണത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. തനിക്ക് പല പ്രാവശ്യം മലേറിയ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ താൻ വിടുതൽ പ്രാപിച്ചു. തൻ്റെ വളരെ വയസ്സായി കഴിവില്ലാത്തെന്ന് പറഞ്ഞാൽ താൻ വളരെ കഴിവില്ലാതായി തീർന്നപ്പോഴും തൻ്റെ ആഗ്രഹം യേശുക്രിസ്തുവിനെ സാക്ഷിക്കണം. തൻ്റെ ശിഷ്യന്മാരോട്, ഭൃത്യന്മാരോട് പറയും, എന്നെ സ്ട്രക്ചറിലോട്ട് കിടത്തു. സ്ട്രക്ചറിൽ കിടത്തിയിട്ട് നിങ്ങൾ എന്നെ താങ്ങിക്കൊണ്ടു പോകണം. എവിടേക്ക്? ഗോത്രവർഗക്കാരുടെ ഇടയിലേക്ക്, നരഭോജികളുടെ ഇടയിലേക്ക് എന്നെ കൊണ്ടുപോകണം. ഞാൻ ഈ സ്ട്രക്ചറിൽ കിടന്നുകൊണ്ട് അവരോട് സുവിശേഷം പറയും. അങ്ങനെ വളരെ ത്യാഗിയായി ജീവിച്ച ഒരു വ്യക്തിയാണ് ആര്? ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ. അവസാനം തൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്രകാരമാണ്. താൻ ഒരിക്കൽ വളരെ അവശനായപ്പോൾ തൻ്റെ ഭൃത്യന്മാരെ, ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കണം, മുട്ടുകുത്തി നിന്ന് എനിക്ക് പ്രാർത്ഥിക്കണം. ആ ശിഷ്യന്മാരുടെ സഹായത്തോടുകൂടെ ആ ബെഡിൻ്റെ താഴെ മുട്ടുകുത്തി നിൽക്കുവാനായിട്ട് തന്നെ സഹായിച്ചു. മുട്ടുകുത്തി നിർത്തിയതിന് ശേഷം ശിഷ്യന്മാര് മുറിയുടെ ആ കൂടാരത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. വളരെ സമയം കാത്തു നിന്നിട്ട്, സാധാരണ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വിളിക്കും, അതാണ് പതിവ്. എന്നാൽ അന്നേ ദിവസം പ്രാർത്ഥിച്ച് ഇരുന്നിട്ട് ആരും സമയം ഒരു അനക്കവുമില്ല. ഈ ഭൃത്യന്മാർ ആ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ മുട്ടുമേൽ ആ ബെഡിൽ കമന്ന് ഇരിക്കുന്ന, ജീവൻ പോയി ഇരിക്കുന്ന ആ ഡേവിഡ് ലിവിങ്സ്റ്റനെയാണ് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ മൃതദേഹത്തിലും വളരെ പ്രത്യേകതയുണ്ട്. ഈ മൃതദേഹം ഈ ഇംഗ്ലണ്ടുകാര് വന്ന് അവിടെ കൊണ്ടുപോയി അടക്കുവാനായിട്ട് ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ആഫ്രിക്കക്കാര് ഈ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ മൃതദേഹം വിട്ടുകൊടുക്കില്ല, ഒരു തരത്തിൽ വിട്ടുകൊടുക്കില്ല. വളരെ പരിശ്രമം നടത്തി, വിട്ടുകൊടുക്കില്ല. ഇത് ഞങ്ങളുടെ ശരീരമാണ്. മോശയുടെ ശരീരത്തിന് വേണ്ടി അന്ന് ഈ ദൈവദൂതൻ വാദിച്ചതുപോലെയുള്ള വാദം അന്ന് ഈ ശവശരീരത്തിന് വേണ്ടി അവിടെയുള്ള ആഫ്രിക്കക്കാർ വാദിച്ചു. അവസാനം ഇംഗ്ലണ്ടിലെ ഗവൺമെന്റും ലണ്ടൻ ഗവൺമെന്റും ഈ ആഫ്രിക്കയിലെ ആൾക്കാരും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തി. ഒരു കാര്യം ചെയ്യാം, ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഹൃദയം നിങ്ങൾ ഇവിടെ അടക്കിക്കോ, ശരീരം ഞങ്ങൾ ലണ്ടനിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ അടക്കും. അങ്ങനെ അവസാനം സംഭവിച്ചു. പറയപ്പെടുന്ന ഈ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഹൃദയം എടുത്ത് എവിടെ അടക്കി എന്നാണ്? ഈ ആഫ്രിക്കയിൽ അടക്കി.
ശരീരം ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ആ സ്മാരകം ഇന്നും അവിടെ കാണുവാനായിട്ട് കഴിയും. കുറെ കാലം കഴിഞ്ഞ് തോമസ് ലിവിങ്സ്റ്റണും മരിച്ചു. വളരെ പ്രസിദ്ധനാകാനായിട്ട് പോയ സെനറ്റ് മെമ്പർ, അവിടെ അറിയപ്പെടുന്ന ഏറ്റവും ഒരു വലിയ പൊളിറ്റീഷ്യനായിട്ട് താനും മരിച്ചു. എന്നാൽ താൻ മരിച്ചപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഇറക്കിയ ഒരു കുറിപ്പ് ഇപ്രകാരമാണ്: തോമസ് ലിവിങ്സ്റ്റൺ വാസ് മൈഗ്രേറ്റഡ് ഫ്രം സ്കോട്ട്ലൻഡ് ടു USA. He entered in politics and became a Senate member. അടുത്ത് പറയുന്നത് he was the brother of David Livingstone. അപ്പോൾ താൻ തന്നെ പ്രസിദ്ധനാകുവാൻ വേണ്ടി USA പോയ ആ തോമസ് എഡിസൺ തോമസ് ലിവിങ്സ്റ്റൺ ആരുടെ പേരിലാണ് പ്രസിദ്ധനായത്? ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പേരിലാണ്. ഇതാണ് ലോകമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രസിദ്ധി, നമ്മുടെ ആഗ്രഹം എന്താകണം എന്നുള്ളത് നാം ചിന്തിക്കണം. ആദ്യത്തെ ഹാനോക്കിനെ പോലെയാണോ? 4-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന കയ്യിന്റെ മകനായ ഹാനോക്കിനെ പോലെയാണോ? അതോ ആദാമിൽ 7-ാം തലമുറക്കാരനായ ഹാനോക്കിനെ പോലെ ആകാനാണോ നമുക്ക് ആഗ്രഹം എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും പറയട്ടെ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. 125-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. അവരെ ഒരിക്കലും നശിപ്പിക്കുവാൻ, അവരെ ഒരിക്കലും താളടിയാക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ളത് ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ ചരിത്രവും ദൈവപുരുഷന്മാരുടെ ചരിത്രവും നമ്മെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിലനിൽക്കുന്ന പർവ്വതം പോലെ ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. എന്തുകൊണ്ടാണ് ഹാനോക്ക് ഇത്രയും വളരെ പ്രസിദ്ധനായിട്ട് ബൈബിളിൽ എടുത്തു പറയുന്നത്? തന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ദൈവം സഹായിക്കട്ടെ. തന്നെക്കുറിച്ചുള്ള ദൈവഹിതം നിശ്ചിതമായ ഒരു സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കിയ ഒരു വ്യക്തിത്വമാണ് ഹാനോക്ക്. ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ തന്നെ തന്നെക്കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിച്ചത് അത് ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി. 7-ാം തലമുറക്കാരനായ ഹാനോക്ക് തിരുവചനത്തിൽ പ്രസിദ്ധനാണ്. താൻ ആ ജീവിച്ച കാലയളവുമായിട്ട് നാം താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഒരു കാലയളവ് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കൂടുതൽ കാലം ജീവിച്ചത് കൊണ്ടല്ല തിരുവചനത്തിൽ പ്രസിദ്ധമായത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം പറയുന്നത്. ഹാനോക്കിന്റെ പിതാവിന്റെ പേര് ഞാൻ പറഞ്ഞു, യാരദ്. അല്ലെ, യാരദ് എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഹാനോക്കിന്റെ പിതാവിന്റെ പേരെന്താണ്? യാരദ്. യാരദ് എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നറിയാമോ? 962 വയസ്സ് വരെ, 962. ഇനി തന്റെ ഹാനോക്കിന്റെ മൂത്ത മകന്റെ പേരാണ് മെഥൂശലഹിന്റെ ആയുർദൈർഘ്യം രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. എത്രയാണെന്നറിയാമോ? 969, 969. ബൈബിളിൽ രേഖപ്പെടുത്തി തന്നിട്ടുള്ള ആയുസ് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് ജീവിച്ചിരുന്നത് ഈ മെഥൂശലഹാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹാനോക്കിന്റെ മകനായ മെഥൂശലഹ്. ഈ മെഥൂശലഹ് ജനിക്കുമ്പോഴാണ് ശരിക്കും ഈ ഹാനോക്കിനൊരു വെളിപ്പാടുണ്ടാകുന്നത്. അവൻ മരിക്കുന്ന നാളിൽ അത് സംഭവിക്കും. തനിക്ക് ലഭിച്ച ഒരു വലിയ വെളിപ്പാടാണ്. നിനക്കൊരു മകൻ ജനിച്ചല്ലോ, ഇപ്പോൾ ആ മകൻ മരിക്കുന്ന നാളിൽ അത് സംഭവിക്കും. ഞാൻ ചിന്തിക്കുകയാണ്, ഈ മെഥൂശലഹിന്റെ ആയുസ് ഇത്രയും ദൈർഘ്യമാക്കി കൂട്ടിക്കൊടുക്കാനുള്ള ഒരു കാരണം ദൈവത്തിന്റെ ക്ഷമയാണ്. കുറച്ചുകൂടെ നോക്കി ആ ആയുസ് ഒന്ന് കൂട്ടിക്കൊടുത്തു. അവൻ മരിക്കും മുമ്പേ കുറെ പേരെങ്കിലും ഈ നോഹയുടെ വചനം ശ്രദ്ധിച്ച് ദൈവത്തിൽ വിശ്വസിപ്പാനായിട്ട് ഇടയാകുമോ, പെട്ടകത്തിൽ കയറുവാനായിട്ട് ഇടയാകുമോ എന്ന് നോക്കിയാണ് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് മകന് എന്ത് ചെയ്തത്? മെഥൂശലഹിന് അല്പം കൂടെ ആയുസ് നീട്ടിക്കൊടുത്തത്. എന്നാലും ഈ മെഥൂശലഹിന്റെ ജനനമാണ് ശരിക്കും ഈ ഹാനോക്കിനെ ഒരു പ്രത്യേക നിലയിലേക്ക് വ്യതിചലിപ്പിച്ചത്. ഹാനോക്ക് മരിച്ച എത്രാമത്തെ വയസ്സിൽ നമ്മൾ വായിച്ചതാണ്. എത്രാമത്തെ വയസ്സിലാണ്? 365. 300 മരിച്ചതല്ല, എടുക്കപ്പെട്ടത്. 365 വയസ്സായപ്പോഴാണ് ഈ ഹാനോക്കിനെ ദൈവം എടുക്കുന്നത്. 365 വയസ്സ് വരെ മാത്രം.
അതായത് ഈ ഭൂമിയിൽ അവൻ ആയിരുന്ന ആയുസ് വെറും 365. പിതാവിൻ്റെ 962, തൻ്റെ മകൻ്റെത് 961. ഞാൻ ഇത് പറയുന്നത് തനിക്ക് ദൈവം ഈ ഭൂമിയിൽ കൊടുത്ത അവസരം വെറും ആ കാലയളവിൽ നോക്കുമ്പോൾ, ആ തലമുറയിൽ നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ വയസ്സ് 365. ഈ ഹാനോക്ക് 365 വയസ്സിൽ ദൈവം എടുക്കപ്പെട്ടു. അപ്പോൾ തൻ്റെ പിതാവിന് എത്ര വയസ്സായി കാണും? എത്ര വയസ്സ്? 162 വയസ്സിലാണ് ഹാനോക്ക് ജനിക്കുന്നത്. 162 വയസ്സിലാണ് ഹാനോക്ക് ജനിക്കുന്നത്. യാരതിൻ്റെ 160 കണക്ക് അറിയാവുന്നുള്ളവരൊന്ന് കൂട്ടിക്കോ. 162 വയസ്സിൽ ആര് ജനിക്കുന്നു? ഹാനോക്ക് ജനിക്കുന്നു. തൻ്റെ 365 വയസ്സിൽ ഹാനോക്ക് എടുക്കപ്പെടുന്നു. അപ്പോൾ യാരതിന് 162 വയസ്സുള്ളപ്പോൾ ഹാനോക്ക് ജനിക്കുന്നു. ഹാനോക്കിന് 365 വർഷ പ്രായമാകുമ്പോൾ ദൈവം എടുത്തുകൊള്ളുന്നു. അപ്പോൾ ഹാനോക്ക് എടുക്കുന്ന ആ സമയത്ത് പിതാവിന് എത്ര വയസ്സ്? ആരെങ്കിലാണ് കൂട്ടിയ? ആരോ പറയുന്നുണ്ട്. 527. വെരി കറക്റ്റ്. 527 വയസ്സ്. ഹാനോക്കിന് എത്ര വയസ്സ്? 365 വയസ്സ്. ഈ 365 വയസ്സിൽ ഹാനോക്ക് എടുക്കപ്പെട്ടതിന് ശേഷം 527 വയസ്സ്. അത് കഴിഞ്ഞ് വീണ്ടും ആര് ജീവിച്ചിരിക്കുകയാണ്? യാരത് വീണ്ടും വർഷങ്ങളോളം അത് നിങ്ങൾക്ക് മൈനസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇത്രയും വിശദമായിട്ട് പറയുന്നതിനുള്ള കാരണം, ഹാനോക്കിന് ദൈവം കൊടുത്ത ആയുസ് എന്ന് പറയുന്നത് ആ കാലയളവിൽ വളരെ ചുരുങ്ങിയ ഒരു ആയുസാണ്. തൻ്റെ പിതാവിന് നൽകിയ ആയുസിന്റെ 1/3 എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അത്രയും മാത്രമാണ് ദൈവം ഈ ഹാനോക്കിനെ ഇവിടെ ആക്കി വെച്ചത്. ഈ വയസ്സിൽ തൻ്റെ 365 വയസ്സ്, 65 വയസ്സിലാണ് തൻ്റെ ആര് ജനിക്കുന്നത്? മൂത്ത മകൻ മെഥൂശലഹ് ജനിക്കുന്നത്. ആ മെഥൂശലഹ് ജനിക്കുന്ന സമയത്ത് തൻ്റെ ആയുസ്സിൽ നിവർത്തിക്കേണ്ട ദൈവഹിതം ആ 365 വയസ്സുകൊണ്ട് നിവർത്തിച്ചു എന്നുള്ളത് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. തൻ്റെ മെഥൂശലഹ് ജനിക്കുന്ന ആ സമയത്ത് ദൈവത്തിൽ നിന്നുണ്ടായ പ്രത്യേക അരുളപ്പാടാണ് തന്നെ മറ്റൊരു തലത്തിലേക്ക് വ്യതിചലിപ്പിച്ചത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ എല്ലാം നിവർത്തിക്കപ്പെട്ട് തൻ്റെ മക്കളെ ദൈവ ഭയത്തിൽ വളർത്തി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തൻ്റെ 65 വയസ്സിൽ ജനിച്ച മകന് പേര് നൽകിയത് തന്നെ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ നിന്നാണ്. ദൈവം കൊടുത്ത പേരല്ല. ഹാനോക്ക് തന്നെ കൊടുത്ത പേരാണ്. ഏതാണ്? മെഥൂശലഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ദൈവത്തിന്റെ വെളിപ്പാട് അവൻ ലഭിച്ചു. ഈ മകനെ നിനക്ക് തന്നല്ലോ 65 വയസ്സിൽ, പക്ഷേ അവനൊരു അവസാനമുണ്ട്. അവൻ അവസാനിക്കുമ്പോൾ ഈ ലോകത്തെ ജലപ്രളയം കൊണ്ട് ന്യായവിധിയിലൂടെ കടത്തിവിടുവാനായിട്ട് പോവുകയാണെന്നുള്ള ആ വെളിപ്പാട് തനിക്ക് ലഭിച്ചു. ആ വെളിപ്പാടിന്മേലാണ് തൻ്റെ ജീവിതത്തിന്റെ ശൈലി, തൻ്റെ ജീവിതത്തിന്റെ ആ ദിശ ഒന്ന് മാറ്റി പിടിക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, നമുക്കും ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. ദൈവം ഒരു വലിയ ന്യായവിധി ഈ ലോകത്തിലേക്ക് വച്ചിട്ടുണ്ട്. ആ ന്യായവിധിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരാണ് ഞാനും നിങ്ങളും. മാത്രമല്ല, നമുക്കും ഉണ്ട് ഒരു ന്യായവിധി, അല്ലെങ്കിൽ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം നമുക്കുമുണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കിയ നമ്മൾ ദൈവോന്മുഖമായി നമ്മുടെ ജീവിതങ്ങളെ തിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എത്ര വയസ്സുവരെ ജീവിക്കുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ആണോ? നമ്മൾ പക്ഷെ ആഗ്രഹിക്കുന്നത് വളരെ കാലം ജീവിക്കണമെന്നാണ്, അല്ലേ? ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഉണ്ടാ? പ്രത്യേകിച്ച് സൗകര്യമാർ പ്രാർത്ഥിക്കുന്നു അവരുടെ ഹസ്ബൻഡുമാർക്ക് വേണ്ടി ദീർഘായുസ് കൊടുക്കണമേ എന്ന്, അല്ലേ? പൊതുവെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവം നോക്കുന്നത് ആയുസ്സിന്റെ ദൈർഘ്യമല്ല, നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന നാളുകൾ എത്രത്തോളം നീ ദൈവത്തിനായിട്ട്, ദൈവഹിതമനുസരിച്ച് ദൈവത്തിനായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. മറ്റൊരു മിഷണറിയെ കുറിച്ച് ഈ സമയം എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ജിം എലിയോട്ട്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ജിം എലിയോട്ട് അമേരിക്കൻ മിഷണറി ആയിരുന്നു. ഫിലോപ്പ് ജിം എലിയോട്ട് 1927 ജനിച്ച് 1956 വധിക്കപ്പെട്ട വ്യക്തിയാണ് ജിം എലിയോട്ട്. അപ്പോൾ എത്ര വയസ്സ്? കുറച്ച് നിങ്ങൾ ആക്റ്റീവാകിട്ട പിള്ളേരെ പ്രത്യേകിച്ച്. 1927 ജനിച്ചു, 1956 താൻ വധിക്കപ്പെട്ടു. പറഞ്ഞോ? സ്പർജൻ സാർ കൂട്ടിക്കഴിഞ്ഞു. എത്ര വയസ്സ്? 29. കറക്റ്റ് പറഞ്ഞ ശരിയാ. വളരെ ചുരുങ്ങിയ കാലം, വെറും 29 വയസ്സുവരെ മാത്രം
ഈ ഭൂമിയിൽ ആയിരുന്ന വ്യക്തിത്വമാണ് ജിം എലിയോട്ട്. ഫിലോപ്പ് ജിം എലിയോട്ട്. ഇലിയോട്ട്. തന്റെ 6-ാമത്തെ വയസ്സിൽ താൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. നിങ്ങളെക്കാളുമൊക്കെ പ്രായം കുറഞ്ഞില്ലേ? 6 വയസ്സ് കഴിഞ്ഞില്ലേ മോനെ? കഴിഞ്ഞു. 6-ാമത്തെ വയസ്സിൽ നോക്കിക്കൊള്ളണം, 6-ാമത്തെ വയസ്സിൽ ജിം എലിയോട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. താൻ വളരെ പ്രസിദ്ധനാണ്. USA വളരെ പ്രസിദ്ധൻ. തന്നെ കുറിച്ച് പറയുന്നത് തന്നെ ഒരു വലിയ അത്ലറ്റിക്കാണ്. ഈ USA അത്ലറ്റിക് മത്സരങ്ങളിൽ പങ്കെടുത്ത് വളരെ ചാമ്പ്യനായി തീർന്ന വ്യക്തിയാണ്. തന്റെ ചെറുപ്പകാലത്ത് ഘട്ടത്തിൽ സ്കൂളിൽ കലാലയ ജീവിതത്തിൽ തന്നെ വളരെ ചാമ്പ്യനായി തീർന്ന വ്യക്തിയാണ് ഈ ജിം എലിയോട്ട്. അത്ലറ്റായിരുന്നു ഇദ്ദേഹം. 1950 നടന്ന ഒരു സമ്മർ ക്യാമ്പ് USA ഇങ്ങനെയുള്ള സമ്മർ ക്യാമ്പ്. കഴിഞ്ഞ ദിവസം ഒരു സമ്മർ ക്യാമ്പിനെ കുറിച്ച് നമ്മൾ വായിച്ചില്ലേ? USA നടന്ന, ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ അല്ലേ? സമ്മർ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അവിടെ മഴ ഭയങ്കരമായിട്ട് വീണ് എത്രയോ കുഞ്ഞുങ്ങളെ കാണാനില്ല. അപ്പോൾ പണ്ട് മുതലേ ഉണ്ട് ഈ സമ്മർ ക്യാമ്പുകൾ. അന്ന് നടക്കുന്ന സമ്മർ ക്യാമ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ മിഷണറിമാരെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ക്യാമ്പാണ് ഈ സമ്മർ ക്യാമ്പ്. 1950 വെച്ച് നടന്ന ഒരു സമ്മർ ക്യാമ്പിൽ വെച്ച് ഇദ്ദേഹം മിഷണറി ചലഞ്ച് ഏറ്റെടുക്കുന്നു. 1950 ജനിച്ചത് 27 50 അപ്പോഴെത്ര വയസ്സുണ്ട്? കുറച്ച് പറഞ്ഞാലേ എനിക്ക് കേൾക്കാവൂ. എത്ര? 23 അല്ലേ? 23 വയസ്സ്. 23 വയസ്സുള്ളപ്പോൾ താൻ മിഷണറി ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് താൻ ആഗ്രഹിച്ച കാര്യം, എനിക്ക് ആഫ്രിക്കയിൽ പോകണം. ആഫ്രിക്കയിൽ പോയി ഔറാണി ഓട്ക എന്നറിയപ്പെടുന്ന ആ ഔറാണി വിഭാഗത്തിന്റെ ഇടയിൽ അധ്വാനിച്ച് അവിടെ മിഷണറി ആയിട്ട് എനിക്ക് ജീവിക്കണം. തനിക്ക് ആ വിളിയുണ്ടായി. അങ്ങനെ മിഷണറി ട്രെയിനിങ്ങിന് താൻ അറ്റൻഡ് ചെയ്തു. ഗവൺമെന്റൊക്കെ വളരെ നിരുത്സാഹപ്പെടുത്തി. നീ അങ്ങനെ പോയി മിഷണറി ആയിട്ട് നിന്റെ ജീവിതം തുലയ്ക്കാനുള്ളതല്ല, നിന്നെക്കുറിച്ച് വളരെ പ്രതീക്ഷകളാണ് ഗവൺമെന്റിനുള്ളത്. അതൊക്കെ താൻ തൃണവൽക്കണിച്ചുകൊണ്ട് താൻ 1952 ആഫ്രിക്കയിൽ ഇക്കഡോറിൽ എത്തി. ഇക്കഡോറിൽ എത്തിയതിന് ശേഷം അവിടെ സാന്റിയ മഴക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണല്ലോ. സാന്റിയ മഴക്കാടുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അങ്ങനെ അവിടെ എത്തിയതിനിടയിൽ താൻ ഒരു വിവാഹം കഴിച്ചു. എലിസബത്ത് എന്നാണ് തൻ്റെ ഭാര്യയുടെ പേര്. അവർ ഒരുമിച്ച് ആ സാന്റിയ ആ ഭാഗത്ത് ഹുറേ എന്നറിയപ്പെടുന്ന ആ നദിയുടെ തീരത്ത് അവർ കുടിലൊക്കെ കെട്ടി താമസിച്ചുകൊണ്ട് സുവിശേഷത്തിനും അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. അവരോട് വളരെയധികം സുവിശേഷം അറിയിക്കുവാനായിട്ട് വളരെയധികം പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിനോടൊപ്പം ആ സമയത്ത് ചില പൈലറ്റുകൾ, ഇദ്ദേഹം ഒരു പൈലറ്റായി ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ്, ചില പൈലറ്റുകളൂടെ ഇദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. അവർ ഒരുമിച്ച് ഈ മിഷണറി ആക്ടിവിറ്റീസിൽ ഇടപെട്ടു എന്നാണ് വായിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അവസാനം അവിടെ നിന്ന് ഈ ഓട്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫ്ലൈറ്റിലൊന്ന് കയറി സഞ്ചരിക്കണം അല്ലേ, നല്ലൊരാഗ്രഹമാണ്, എനിക്ക് വിമാനത്തിലൊന്ന് കയറണം, നിങ്ങളൊക്കെ പൈലറ്റുമാരാണല്ലോ, എനിക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാധീനതയിൽ അദ്ദേഹം ഈ നരഭോജികളുടെ അടുക്കലേക്ക്, അല്ലെങ്കിൽ ഓട്ക വിഭാഗത്തിൻ്റെ അടുക്കലേക്ക് സുവിശേഷമായിട്ട് കടന്നുപോയി. സുവിശേഷം അറിയിക്കുമ്പോൾ തന്നെ വിഷ അമ്പ് കൊണ്ട് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരെയും വധിച്ചു. വിഷ അമ്പുകൾ തൊടുത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് വെറും 29 വയസ്സ് പ്രായം. തന്നെ മാത്രമല്ല തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെയും വധിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുടെ പേര് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ബിൻക് എന്നാണ്. ഈ ബിൻകാണ് ശരിക്കും അതിൻ്റെ നേതാവായിരുന്ന വ്യക്തി. അദ്ദേഹമാണ് ശരിക്കും ഈ മിഷണറിയെ അല്ലെങ്കിൽ ജിം എലിയോട്ടിനെ അമ്പ് ചെയ്ത് കൊന്നത്. വളരെ ഈ മരിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു മകളുണ്ട്, ഇതിനകം ഒരു മകൾ ജനിച്ചു, ഒരു മകളുണ്ട്. തൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്. ആരാശ്രയം? ഈ ഓട്ക വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് ഇനി എന്താ ചെയ്യുക? ഈ ഭാര്യ എന്ത് ചെയ്തു? തിരികെ അമേരിക്കയിലേക്ക് പോയി അവിടെ കഴിയുമ്പോൾ ഈ ജിം എലിയോട്ടിന് ഡയറി എഴുതുന്ന ഒരു സ്വഭാവമുണ്ട്. നല്ല സ്വഭാവമാണ് കേട്ടോ, അത് എഴുതി വയ്ക്കുന്നത്. ഈ ഡയറി തൻ്റെ പുസ്തകങ്ങളെ കൊണ്ടാണല്ലോ പോയത്. ഈ ഡയറി കുറിപ്പുകൾ വായിക്കുവാനായിട്ട് തുടങ്ങി. എലിസബത്ത് ഈ ഡയറി കുറിപ്പുകൾ വായിക്കുവാനായിട്ട് തുടങ്ങി. ആ ഡയറി കുറിപ്പിൽ എഴുതിയിരുന്ന ചില വാക്യങ്ങൾ
വളരെ ഹൃദ്യമായ വാക്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും വായിച്ച് തള്ളിക്കളയുന്നതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ജിം എലിയോട്ട് മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച കുറിപ്പ്, ഡയറി കുറിപ്പിൽ എഴുതി വെച്ചതാണ്. തന്നെ വളരെയധികം ആകർഷിച്ച ആ കാര്യം. ദൈവത്തെ ത്യജിച്ച് അവരവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് യഥാർത്ഥ ജീവിതമില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ജീവനെ വകവയ്ക്കാതെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരുടെ ജീവനെ നേടുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഇനി മറ്റൊരു വാക്യം അതിന് തുടർന്നുണ്ടല്ലോ, 9:25. ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഈ രണ്ട് വാക്യങ്ങൾ എഴുതിയതിനു ശേഷം അതിനെ തുടർന്ന് എഴുതി വെച്ചിരുന്ന മറ്റൊരു കുറിപ്പുണ്ട്. മരിക്കാൻ കൊള്ളാത്തവൻ ജീവിക്കാനും കൊള്ളില്ല. തനിക്ക് കിട്ടിയ ആശയമാണ് ജിം എലിയോട്ടിൽ. മരിക്കാൻ കൊള്ളാത്തവൻ ജീവിക്കാനും കൊള്ളില്ല. എത്ര നല്ല ആശയമല്ലേ? ദൈവത്തിനു വേണ്ടി മരിക്കുവാൻ തയ്യാറില്ലാത്തവൻ അവനെ കൊണ്ട് ജീവിച്ചുകൊണ്ട് യാതൊരു കാര്യവും ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. ഇനി തൻ്റെ ഒരു പ്രാർത്ഥന, ആ ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്ന വളരെ ആകർഷകമായ ഒരു പ്രാർത്ഥന. തൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരുന്നത്: ദൈവമേ, ഞാൻ ദീർഘായുസ് ആവശ്യപ്പെടുന്നില്ല. അടുത്ത് പറഞ്ഞത്, അങ്ങയെപ്പോലെ ഒരു പൂർണ്ണമായ ആയുസ് എനിക്ക് നൽകണം. പരസ്പര വിരുദ്ധമാണോ? ആദ്യത്തെ പ്രാർത്ഥന വാചകം എന്താണ് ജെറമ്യ? എന്താണ്? ഞാൻ അങ്ങയോട് ദീർഘായുസ് ആവശ്യപ്പെടുന്നില്ല. ഈ ഭൂമിയിൽ അങ്ങ് ദീർഘമായിട്ട് ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത് പറഞ്ഞതാണ്, പക്ഷെ എനിക്ക് ആയുസ് വേണം. എങ്ങനെയുള്ള ആയുസ് വേണം? അങ്ങയെപ്പോലെ, കർത്താവായ യേശു ക്രിസ്തു അങ്ങയെപ്പോലെ എനിക്കൊരു പൂർണ്ണമായ ആയുസ് വേണം. അതാണ് ദീർഘായുസ്. കർത്താവിന്റെ ആയുസ് പൂർണ്ണമായ ആയുസ്സായിരുന്നില്ലേ? എന്തിനു വേണ്ടിയാണോ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? എന്തുദ്ദേശത്തോടു കൂടെയാണ്? അതാണ് ഗത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത്. എങ്കിലും ദൈവമേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം തന്നെ ഉണ്ടാകട്ടെ. അതാണ് പൂർണ്ണമായ ആയുസ്. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിനായിട്ട് ജീവിച്ച് ദൈവത്തിനു വേണ്ടി മരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായ ആയുസ്. ഈ ഡയറി കുറിപ്പ് വായിച്ചു കഴിഞ്ഞ എലിസബത്ത് അവിടെ ഇരുന്ന് കരഞ്ഞു, ശരിക്കും പ്രാർത്ഥിച്ചു, തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. താൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജിം എലിയോട്ട് പ്രവർത്തിച്ച ആ സ്ഥലത്തേക്ക് ഞാനും പോകാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ എലിസബത്ത് അവിടെ പോകുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ തൻ്റെ കുടുംബം, സർക്കാർ ഇടപെടും എപ്പോഴും. വ്യക്തികളുടെ അവിടെ നമുക്കറിയാം, USA-യിലും ഇംഗ്ലണ്ടിലും UK-യിലൊക്കെ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് സർക്കാർ. അപ്പോൾ സർക്കാർ ഇടപെട്ടു, കുടുംബം ഇടപെട്ടു, സഭ ഇടപെട്ടു. സഹോദരി പോകരുത്, പ്രത്യേകിച്ച് ആ സ്ഥലത്ത് പോകരുത്. അങ്ങനെ ഒരു സഹോദരി മിഷണറി ആയിട്ട് പോയാൽ എൻ്റെ ഹസ്ബൻഡിന് സംഭവിച്ച കാര്യം അറിയാമല്ലോ, അതുകൊണ്ട് പോകരുത്. പക്ഷേ അതിനൊന്നും വഴങ്ങിയില്ല. എലിസബത്ത് ഈ ട്രെയിനിങ്ങിന് പോയി, മിഷണറി ട്രെയിനിങ്ങിന് പോയി. തുടർന്ന് അവിടേക്ക് കടന്നുപോയി സുവിശേഷീകരണത്തിനായി. ദൈവത്തിന്റെ സ്നേഹം തന്നിലൂടെ വെളിപ്പെടുത്തി. നിരവധി പേർ, താൻ ചാരിറ്റി പ്രവർത്തനവും കൂടെ ചേർന്നാണ് അന്നത്തെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. വളരെ നിരവധി പേർ രക്ഷയെങ്കിലേക്ക് വന്നു. ഒരു പ്രധാനപ്പെട്ട അത്ഭുതം എന്ന് പറയുന്നത്, ജിം എലിയോട്ടിനെയും കൂട്ടരെയും വധിച്ച ആ 5 പേരും രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് കടന്നു വന്നു. ആരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി? ഈ എലിസബത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിൻക, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സുവിശേഷകനായി, അവിടുത്തെ ഒരു പാസ്റ്ററായിട്ട് മാറി എന്ന് മാത്രമല്ല, ഈ എലിസബത്ത് അമേരിക്കയിലോട്ട് കടന്നുപോയപ്പോൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. തനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. ആ ആൺകുഞ്ഞ് ജനിച്ച് വളർന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ സമയമായപ്പോൾ രക്ഷിതാവായി സ്വീകരിച്ചു. സ്വീകരിച്ച ആ ആൺകുഞ്ഞിനെ സ്നാനപ്പെടുത്തിയത് ജിം എലിയോട്ടിന്റെ ഘാതകനായ ബിൻകയാണ്. ഇതിലപ്പുറം ഇനി എന്തു വേണം? ജിം എലിയോട്ടിന്റെ ജീവിതം ഒരു പൂർണ്ണ ജീവിതമായിരുന്നു. ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്ന ജീവിതം അതൊരു പൂർണ്ണ ജീവിതമാണ്.
എത്ര കാലം ഈ ഭൂമിയിൽ ആയിരിക്കണം എന്നുള്ളതല്ല, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന എത്ര കാലമാണോ ആ കാലം മുഴുവനും ദൈവഹിതമനുസരിച്ച് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നമ്മിൽ നിന്നുണ്ടായാൽ അതാണ് ഏറ്റവും വലുത്. ഹാനോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ജീവിക്കുന്ന കാലം അത്രയും ദൈവഹിതമനുസരിച്ച് ദൈവേഷ്ടത്തിനായി ദൈവത്തിനായി ജീവിക്കുക. അതാണ് പൂർണ്ണമായ ജീവിതം. ഹാനോക്കിന് കിട്ടിയ ജീവിതം അതാണ്. വെറും 365 വയസ്സ്. ആ കാലഘട്ടം വെച്ച് നോക്കിയാൽ വളരെ ചുരുക്കം. ഒരു യൗവന പ്രായം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തന്റെ മകനൊക്കെ 969 വയസ്സ് വരെ ജീവിച്ചിരുന്നില്ലേ? അപ്പോൾ തന്റെ പ്രായം എന്ന് പറയുന്നത് തന്റെ യൗവന പ്രായമാണ്. ആ യൗവന പ്രായത്തിൽ വരെ തനിക്ക് എങ്ങനെയൊക്കെ ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിച്ചോ അതൊക്കെ പൂർണ്ണമായിട്ടും നിറവേറ്റുവാൻ ഹാനോക്കിലൂടെ കഴിയും. അതുകൊണ്ടാണ് ഹാനോക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. എന്നാൽ എടുന്നതിന് മുമ്പുള്ള തൻ്റെ ജീവിതകാലത്തിലെ സവിശേഷതകൾ നാം പഠിക്കേണ്ടതാണ്. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും. ആ മരണം കാണാതെ എടുക്കപ്പെടുന്നത് വരെയുള്ള തൻ്റെ ജീവിതം നമ്മൾ പഠിക്കണം. അതാണ് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത്. അവൻ ദൈവത്തോടുകൂടെ നടന്നു. എങ്ങനെ നടന്നു? ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ നടന്നു. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട്, തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ നമ്മൾ ഈ പറയും ഈ 365 വയസ്സിൽ മകൻ ജനിച്ചു, പിന്നെ 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. അവിടെ വായിക്കുന്നുണ്ട് ദൈവത്തോടു കൂടെ നടക്കുകയും മക്കളെ പ്രസവിക്കുന്ന പറഞ്ഞാൽ മക്കളെ ജനിപ്പിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തോടൊപ്പമാണ് താൻ എന്ത് ചെയ്തത്? ദൈവത്തോടു കൂടെ നടന്നത്. അപ്പൊ കുടുംബജീവിതം ഒരിക്കലും എന്തിന് വിഘാതമല്ല. ദൈവത്തോടുകൂടെ നടക്കുന്നതിനോ ദൈവത്തെ സ്നേഹിക്കുന്നതിനോ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിനോ ഒരു തടസ്സമല്ല കുടുംബ ജീവിതം എന്നുള്ളത്. ഹാനോക്ക് നമ്മെ വിളിച്ചു പറയുകയാണ്. താൻ കുടുംബജീവിതം നയിക്കുന്നതിനോടൊപ്പം ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. 11:5 എബ്രായർക്ക് എഴുതിയ ലേഖനം 11:5 അതാണ് പറയുന്നത്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. 11:5 തന്നെ പറയുന്നുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരാൽ സാക്ഷ്യം പ്രാപിച്ചു? ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു. ഇതൊക്കെയാണ് തന്റെ ജീവിതത്തെ പൂർണ്ണമാക്കി മാറ്റിയത്. ദൈവത്തിനായി സംസാരിച്ചു. യൂദയാണത് പറയുന്നത്. ദൈവത്തിനായിട്ട് അവൻ മഹത് കാര്യം പ്രവചിച്ചു, ദൈവത്തിനായി ജീവിച്ചു, ദൈവത്തിൻ്റെ കൂടെ നടന്നു, ദൈവത്തിൽ വിശ്വസിച്ചു. മാത്രമല്ല ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചു. അതുകൊണ്ടും തീരുന്നില്ല, അവൻ ദൈവത്തിനായി സംസാരിച്ചു, ദൈവത്തിനായി പ്രവർത്തിച്ചു. ഇതിന്റെ ഫലമാണ് എന്താ? തന്നെ ദൈവം എടുത്തുകൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം അവസരം നൽകുകയാണെങ്കിൽ ഈ ജീവിതകാലം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു എന്ന് വായിക്കുന്നത്. ഈ നടപ്പാണ് തൻ്റെ മറ്റെല്ലാ സവിശേഷതകളും തന്നിലേക്ക് കൊണ്ടുവന്നത്. തനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, താൻ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുവെങ്കിൽ, താൻ ദൈവത്താലുള്ള സാക്ഷ്യം പ്രാപിച്ചുവെങ്കിൽ, താൻ ദൈവത്തിനു വേണ്ടി സംസാരിച്ചുവെങ്കിൽ, താൻ ദൈവത്തോടുകൂടെ നടന്നു. അത് നാം മനസ്സിലാക്കണം. ദൈവം നമ്മോടുകൂടെ നടക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ ആരുണ്ട്? ദൈവമുണ്ട്. അത് എൻ്റെ കഴിവാണോ? നമ്മുടെ കഴിവാണോ? ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ അത് എൻ്റെ കഴിവോ നിങ്ങളുടെ കഴിവോ ഒന്നും അല്ല. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണയാണ് ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മോടുകൂടെ നടക്കുന്നു എന്ന് പറയുന്നെങ്കിൽ. എന്നാൽ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിക്കണം. നാം ദൈവത്തോടുകൂടെ നടക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം നമ്മോടുകൂടെയാണ്, ദൈവം നമ്മോടുകൂടെ നടക്കുന്നുവെങ്കിൽ അത് നമ്മുടെ എന്തെങ്കിലും സാമർഥ്യമല്ല, നമ്മുടെ എന്തെങ്കിലും ഗുണമല്ല. എന്നാൽ നാം ദൈവത്തോടുകൂടെ നടക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, അതിനുള്ള തീരുമാനമെടുക്കുമ്പോൾ അതിന് നമ്മിൽ ചില കാര്യങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഉറച്ച ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമ്പോൾ എത്രയോ
വലിയ ത്യാഗങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ ഹാനോക്ക് സഹിച്ചു കാണും. എന്നാൽ എത്രയോ സന്തോഷം അനുഭവിച്ചു കാണും. പ്രിയമുള്ളവരെ, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഹാനോക്ക്. നമ്മുടെ ജീവിതങ്ങൾ ദൈവോന്മുഖമായിട്ട് തിരിയണം. സാധാരണ ഒരു കുടുംബത്തിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇനി പിന്നെ ആ അച്ഛൻ്റെയും അമ്മയുടെയും ശ്രദ്ധ മുഴുവനും എവിടെയായിരിക്കും? ആ കുഞ്ഞിലായിരിക്കും. ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, എന്ത് പഠിപ്പിക്കണം, എന്താക്കി തീർക്കണം, എങ്ങനെ രോഗം വരാതെ സൂക്ഷിക്കാം, എങ്ങനെയൊക്കെ ഏത് സ്കൂളിൽ വിടണം, ഇതൊക്കെയാണ് കുഞ്ഞ്. ഹാനോക്കിനും മെതൂശലഹ് ജനിച്ചു. പക്ഷേ മെതൂശലഹ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിൽ അല്ല മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കപ്പെട്ടത്. ആ കുഞ്ഞിൽ ജനിക്കുമ്പോൾ ദൈവം നൽകിയ ആ വെളിപ്പാടിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ മാറ്റി എന്ന് പറഞ്ഞ് കുടുംബത്തെ തള്ളിക്കളഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബത്തോടൊപ്പമാണ് ജീവിച്ചത്. എന്നാൽ ദൈവോന്മുഖമായി തൻ്റെ ജീവിതത്തെ മാറ്റി. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മക്കളെ തരുന്നത്, ദാനങ്ങൾ നൽകുന്നത് ദൈവമാണ്. പക്ഷേ ആ ദൈവത്തെ മറന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം നമ്മിൽ ഉണ്ടാകരുത്. മക്കൾക്ക് വേണ്ടി ജീവിക്കണം, അവർക്ക് വേണ്ടി കരുതേണ്ടതൊക്കെ കരുതണം, അത് മറ്റൊരു വശമാണ്. എന്നാൽ ദൈവത്തെ മറന്നുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരു സമർപ്പിത ജീവിതം നമുക്കിടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. The dedicated prophet, the prophet dedicated to the Lord. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഹാനോക്ക്. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കപ്പെടണം. സഭയ്ക്കായിട്ടല്ല സമർപ്പിക്കേണ്ടത്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സമർപ്പിക്കപ്പെടുന്നത്. ദൈവത്തിനായി സമർപ്പിക്കപ്പെടുമ്പോൾ കുടുംബവും സഭയും എല്ലാം അതിൽ ഉൾക്കൊള്ളും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.